ഇനി പറഞ്ഞോളൂ, എന്താ ചേച്ചിയുടെ പ്രശ്നം? ഓ, 4 കാലിൽ തന്നെ എപ്പോഴും. 4 കാലിലോ? അളിയനപ്പൊ ഇപ്പോഴും ഫുൾ ടൈം സ്മാൾ തന്നെയല്ലേ? അളിയനെ നിർത്തിക്കൂടെ അളിയ? അയ്യോ, ഞാൻ ചേട്ടന്റെ കാര്യമല്ല പറഞ്ഞത്, വീടിന്റെ കാര്യമാ. 4 തൂണി തന്നെ എപ്പോഴും ഉള്ളത്. ആങ്ങളെ വരാൻ കോൺട്രാക്ടർ കാത്തിരിക്കുക. വെറും 2 ലക്ഷം രൂപ കൊടുത്താ മേൽക്കൂര വാർത്ത തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അളിയനിപ്പോ തൽക്കാലം ക്വാർട്ടേഴ്സില്ലേ? ക്വാർട്ടേഴ്സിലെ ജീവിതം പപ്പിക്ക് മടുത്തു. ചുറ്റും ദരിദ്രവാസികളാ. സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിലല്ലേ സ്വസ്ഥത കിട്ടൂ. ആ, നമുക്ക് വേണ്ട ചെയ്യാം. അല്ലാതെ ഇപ്പോ എപ്പോഴാണെന്ന് അറിഞ്ഞാൽ കോൺട്രാക്ടർക്ക് ഒരു ഗ്രീൻ സിഗ്നൽ കൊടുക്കാമായിരുന്നു. സിഗ്നലൊക്കെ നമുക്ക് കൊടുക്കാം. അല്ലാതെ ഇപ്പോ എത്രയാണെന്നാ പറ്റിയ ഒക്കെ ഞാൻ പിന്നെ പറയാം. അത് മതി അളിയ, അത് മതി. പങ്കീരി നമുക്ക് കയറാം. അയ്യോ, കുഴിനകത്ത് തന്നെ ചവിട്ടി പണ്ടാരം. ഇനി എന്താ നിങ്ങളുടെ പ്രശ്നം? ഒരു ഇന്ത്യൻ ആശുപത്രിയിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എന്ന നിലയ്ക്ക് എന്റെ മാസവരുമാനം എന്താണെന്ന് കുട്ടിരാമൻ അറിയാമല്ലോ. സ്വിച്ച് ഇട്ടാൽ പോകുന്ന ലിഫ്റ്റിനെ പോലെ മേലോട്ടും താഴോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്റെ സാമ്പത്തിക സ്ഥിതി. ഒപ്പിട്ട് മേടിക്കുന്ന ശമ്പളം മുഴുവൻ ഇവൾ ഉപ്പ് മേടിച്ച് തീർക്കും. ഇത്തിരി അന്തസ്സും ഒത്തിരി ശമ്പളമുള്ള ഒരു ജോലി ഞാൻ ചെയ്യണമെന്നാണ് പങ്കിയുടെ ആഗ്രഹം. 2 പെൺകുട്ടികളല്ലേ, പന പോലെ വളർന്നിരിക്കുക. പെങ്ങളെ പോലെ നല്ല സൈസാ. സ്കൂളിൽ പോലും അച്ഛന്റെ ജോലിയാ ആദ്യം തിരക്കണത്. ബോട്ടും ടൈയും കണ്ടിട്ട് പോണ കുട്ടികളല്ലേ. ഒന്നിച്ചുള്ളവരോട് പൊങ്ങച്ചം പറയാനെങ്കിലും അവരുടെ ഡാഡിക്ക് നല്ലൊരു ജോലി വേണ്ടേ? അത് വേണം. അല്ല, കുട്ടികളൊക്കെ ഇപ്പൊ എവിടെ പഠിക്കുന്നത്? ഞാനവര് ടൗണിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാ ചേർത്ത്. അത് നന്നായി. മലയാളം മറന്നു കിട്ടുമല്ലോ. ഏത് സ്കൂളാ? സെയിന്റ് പിക്നിക് എവരിഡേ ബർത്ത്ഡേ കോൺവെന്റ്. ഓ, കന്യാസ്ത്രീകൾ നടത്തുന്ന താമസം അവിടെ തന്നെ. അത് കന്യാസ്ത്രീകൾ അല്ല, എന്റെ മക്കള് മുടിഞ്ഞ ചെലവാ. അമ്മാവൻ ഗൾഫുകാരനായതിന്റെ ഭാഗ്യം എന്റെ മക്കളും അനുഭവിക്കണമല്ലോ. ബിസിനസിനെ പറ്റിയൊക്കെ ഞാൻ പഠിച്ചു. ഇനി ഞാൻ എന്ത് ബിസിനസ് ചെയ്യണമെന്ന് കുട്ടിരാമൻ തീരുമാനിക്കും. ഗ്രാനൈറ്റ്, മാർബിള്, റിയൽ എസ്റ്റേറ്റ്, ജനപങ്കാളിത്ത സിനിമാ നിർമ്മാണം, ഇതിനൊക്കെ ഇപ്പൊ നല്ല സ്കോപ്പാ. സിനിമയ്ക്കാണെങ്കിൽ സിനിമാ സ്കോപ്പിനാണ് സ്കോപ്പ്. ഇനിയിപ്പോ അതിനേക്കാൾ സ്കോപ്പുള്ള വേറെ വല്ല ബിസിനസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. എന്തായാലും നമുക്ക് സാവകാശം ആലോചിച്ചിട്ട് തീരുമാനം. അത് മതി ഇളയാ. ഇതെത്ര പവൻ? അത് ഞാൻ തൂക്കി നോക്കിയിട്ടൊന്നുമില്ല. ഒരു ഗിഫ്റ്റ് കിട്ടിയതോ? ഗിഫ്റ്റ് കിട്ടിയതാ, സമ്മാനം. സമ്മാനമായിട്ട് കിട്ടിയതാടി. എന്റെ ചൂടോടെ അങ്ങോട്ട് കുടിച്ചാട്ടെ. എന്താ ഇത്? ബൂസ്റ്റ്. ബൂസ്റ്റ്? ഹോർലിക്സ് വേണോ? ഒട്ടകപ്പാലിന് അമ്മ അന്വേഷിക്കാത്ത സ്ഥലല്ലേ മോനെ. ഒട്ടകപ്പാല്? എന്തിന്? ഒട്ടകപ്പാല് ഈത്തപ്പഴമൊക്കെ അല്ലേ എന്നെ അവിടുത്തെ തീറ്റ? ആരാ ഇതൊക്കെ പറഞ്ഞു തന്നെ? ഒട്ടകപ്പാല് ഹോർലിക്സ് ഒന്നും വേണ്ട. അല്ല, ചായയും കാപ്പിയൊന്നും ഉണ്ടാക്കാറില്ല ഇവിടെ ഇപ്പൊ? ഒക്കെ നിർത്തി. അതെന്തേ? പ്രകൃതി ചികിത്സയാ? അല്ലടാ, പിന്നെ നാട് ഓടുമ്പോ നടുവേ ഓടണമാ. മോൻ ദുബായിൽ പോയ പിന്നെ ആര് വന്നാലും അമ്മ ഇതൊക്കെ കൊടുക്കാറുള്ളൂ. അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? പണ്ട് പാലും പഞ്ചസാരയും വാങ്ങിക്കാൻ കാശില്ലാത്തതുകൊണ്ട് കഞ്ഞിവെള്ളം ചൂടാക്കി തന്നിട്ടുണ്ട്. ഇപ്പോ മോൻ ഗൾഫുകാരനായപ്പോ ആ അമ്മ പോലും മാറിയല്ലേ? അതേടാ, ആ ദാരിദ്ര്യം അനുഭവിച്ചോണ്ട് തന്നെയാ അമ്മ ഇപ്പൊ സൂക്ഷിക്കണേ. ഒരു ജന്മല്ലേ ഉള്ളൂ. കരയണ്ടപ്പ കരയണം, ചിരിക്കണ്ടപ്പ ചിരിക്കണം. അധികം സംസാരിക്കാണ്ടെങ്കിൽ അങ്ങോട്ട് കൂടി. ഒരു ഗൾഫുകാരൻ പണ്ടെന്റെ തലയിണക്കിൽ നിന്ന് കാശും കട്ടുണ്ടായി മാന്യനാ. ഇപ്പൊ ഞാൻ ചാവണോ അത്രേ? കരപ്പം വന്ന് ചാവാൻ കിടന്നപ്പോ കാവലിറക്കാന്ന് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. നന്ദിയില്ലാത്തവൻ. രാവിലെ തുടങ്ങിയതള്ള. എനിക്ക് ഇഷ്ടമുള്ളപ്പോ തുടങ്ങും. നീ ആരാടാ ചോദിക്കാൻ? ഞാന് മുറയ്ക്ക് വല്യമ്മച്ചിയുടെ അനിയത്തിയുടെ മോനായിട്ട് വരും. നീ എന്നെ മുറോടിപ്പിക്കാൻ വന്നടാ. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് തന്ന മരുന്ന് മുടങ്ങാതെ കഴിച്ചിരുന്നെങ്കിൽ കുറച്ച് സമാധാനം കിട്ടിയാലേ. മരുന്ന് കഴിപ്പിക്കാൻ നീ ഇങ്ങോട്ട് വാടാ. എന്താ അവിടെ? എന്താ മോനെ? ആ എട്ടിപ്പറ്റ പൊട്ടനെന്നും പറഞ്ഞ് ചട്ടിയും പൊട്ടിച്ച് തള്ളതേ പോയി. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, കൂടും. മിണ്ടാനും പറയാനൊന്നും നിക്കണ്ട. 8 മാസം തികഞ്ഞതിന് മുമ്പാണ് നിന്നെ പെറ്റത്. പേറ്റിച്ച് പഞ്ഞി പൊതിഞ്ഞ് നിന്നെ എന്റെ കയ്യെ തന്നേച്ച് പറഞ്ഞു പൊട്ടനാകാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന്. എല്ലാരും എന്നെ പറഞ്ഞു പേടിപ്പിച്ചു. കുട്ടിരാമൻ പൊട്ടനാകുന്നു. ഇതിപ്പോ എത്രാമത്തെ തവണ അമ്മ ഇതെന്നോട് പറയുന്നത്? സത്യത്തിൽ എന്റെ മക്കളെ ഗൾഫിൽ പോയി കാശുണ്ടാക്കി വന്നതിന് ശേഷമാണ് അമ്മയ്ക്ക് ബോധ്യമായത് എന്റെ മോൻ പൊട്ടനല്ലെന്ന്. ഇപ്പോഴെങ്കിലും അമ്മയ്ക്ക് ബോധ്യമായല്ലോ. ആയിടാ മക്കളെ. അമ്മ ഇത് പിടിക്ക്. മോളിങ് ബാ. കെട്ടിപ്പറ്റ പൊട്ടൻ നിന്റെ അച്ഛൻ. പെട്ടെന്നൊരു കല്യാണം. സത്യത്തിൽ അതിനുള്ള തയ്യാറെടുപ്പായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്കറിയില്ല, കുട്ടിരാമൻ ഗൾഫിൽ പോയതും കാശുകാരനായതും ഒക്കെ ഒരു സെന്റിമെന്റ്സിന്റെ പുറത്താണ്. സെന്റിമെന്റ്സോ? അതെ, മനസ്സാൽ വരിച്ച ഒരു പെണ്ണിനെ സ്വന്തമാക്കാനുള്ള പെണ്ണ്. എന്റെ സ്വപ്നങ്ങളെ കസവണിയിച്ച സ്വപ്ന സുന്ദരി.
സ്വപ്നങ്ങളെ കസവണിയിച്ച സ്വപ്ന സുന്ദരിയ അതാര്? കണ്ണിൽ മുന്തിരി, ഉണക്കമുന്തിരിയാ പച്ചമുന്തിരിയാ? കവിളിൽ തക്കാളി, ചുണ്ടിൽ തൊണ്ടിപ്പഴം. അപ്പൊ വല്ല പച്ചക്കറി കച്ചവടക്കാരി ആയിരിക്കല്ലേ? അതെ, ലക്ഷണം കേട്ടിട്ട് അതാവാനാണ് സാധ്യത. അല്ല, പൂങ്കുലശ്ശേരിയിലെ സുമതി. ആ മുഷടും വക്കീലിന്റെ അനന്തരവളോ? അതെ. കുട്ടിരാമ ആർത്തി പണ്ടാറാണ്ടാ വക്കീല്. ആശിക്കാൻ ആരുടെ അനുവാദം വേണ്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെ ആശിക്കാൻ പാടുണ്ടോ എന്റെ കുട്ടിരാമ? ആശിച്ചു പോയി. അയ്യോ. പക്ഷേ ഞാനത് നേടും. അതെന്റെ ഒരു വാശിയാ. നിങ്ങൾക്കാർക്കും അറിയാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. 5 വർഷങ്ങൾക്ക് മുമ്പ് സുമതി, സുമതി, ഇയാളെ തനിച്ച് കണ്ട് ഇതൊന്ന് ഏൽപ്പിക്കാൻ 1 മാസമായിട്ട് ഞാൻ നടക്കുക. എന്തേത്? ലവ് ലെറ്റർ. ഇഷ്ടം മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ എഴുതിയതാ. വായിച്ചു നോക്കിയിട്ട് ഒരു മറുപടി തരണം. ഉപേക്ഷ കാണിക്കരുത്. ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എനിക്കിഷ്ടമായി പോയി സുമതിയെ. ഇങ്ങനെ ശല്യം ചെയ്താ ഞാൻ എന്റെ അമ്മമാരോട് പറയും. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എന്നായാലും ഞാനിവിടെ ഒരു ഭൂകമ്പം പ്രതീക്ഷിക്കണം. അതിനിതാണ് തോന്നി. ആയിക്കോട്ടെ. കാക്കക്കുറുമ്പാ. കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ, കാർവർണ്ണൻ നിന്റെ കാർവർണ്ണൻ. ഇങ്ങനെ ഒരു പ്രേമ ദുരന്തത്തെ കുറിച്ച് നീ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല? സുന്ദരിയായ ഒരു പെണ്ണിൽ നിന്ന് കിട്ടിയ ആട്ട് അങ്ങനെ പരസ്യമായിട്ട് വിളിച്ചു പറയാൻ പറ്റുമോ എന്റെ തങ്കപ്പ? പിന്നെ നീ അവളെ കണ്ടോ? ഞാൻ കണ്ടില്ല. പക്ഷെ അവളുടെ അമ്മാവന്മാർ വന്ന് എന്നെ കണ്ടു. വല്ലതും കൊണ്ടാ? മാനൊന്നും വിളിക്കില്ല, മയിലൊന്നും വിളിക്കില്ല, മാടത്തിൻ മണി വിളക്കേ, നിന്നെ ഞാൻ മാടത്തിൻ മണി വിളക്കേ. ഉള്ളിൽ കടന്നു കരൽ കൊള്ളായി അടിക്കും, നിന്നെ വിളിക്കും, നിന്നെ ഞാൻ തള്ളിക്കുന്നു. എന്താണ് ഇത്? ഞാൻ ചോദിച്ചു കേട്ടില്ലേ? പറയാൻ നാണമായിരിക്കും. പൂങ്കുലശ്ശേരിയിലെ പെണ്ണിന് പ്രേമലേഖനം കൊടുക്കാൻ മാത്രം നീ വളർന്നോ? എന്താണ് എന്റെ ഉദ്ദേശം? നിങ്ങൾ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, തല്ലിക്കൊന്നോ. എന്നാലും മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറയും. പൂങ്കുലശ്ശേരിയിലെ സുമതിയെ എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ്. 1000 വട്ടം ഇഷ്ടമാണ്. പൂങ്കുലശ്ശേരിയിലെ പെണ്ണിനെ കല്യാണം ആലോചിക്കാൻ മാത്രമുള്ള സാമ്പത്തിക ശേഷി നിനക്കുണ്ടോ? തറവാട്ട് മഹിമ നിനക്കുണ്ടോ? എന്തോടാ? എന്താണ് എന്റെ ആസ്തി? ഈ ഉണക്ക തയ്യൽ മെഷീനോ? ട്രൗസറും കുപ്പായും തുന്നി നടക്കുന്ന അവന്റെ ഒരു മോഹേ. ഒരുമാതിരി ചപ്പടാച്ചി കത്തുമായി ഇനി അവിടെ പുറകെ നടന്നാലുണ്ടല്ലോ. ഇതുകൊണ്ടാണല്ലോ നീ തുണിവെട്ടി കയ്യും കാലും ഉണ്ടാക്കുന്നത്. ഇതുകൊണ്ട് നിന്റെ കയ്യും കാലും ഞാൻ വെട്ടും, ഓർത്തോ. വാ. അതെ, പൂങ്കുലശ്ശേരിയിലെ പെണ്ണിനെ കല്യാണം കഴിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇന്നെനിക്കുണ്ട്. എനിക്കൊരു സംശയം. അവളന്ന് നിന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞ പ്രേമലേഖനം അവളുടെ അമ്മാമാരുടെ കയ്യിൽ എങ്ങനെ കിട്ടി? അത് തന്നെയാണ് നമ്മുടെ സംശയം. ആ രഹസ്യം എനിക്കും ഇതുവരെ പിടികിട്ടിട്ടില്ല. ഇനി വല്ല ചാത്തൻ സേവയായിരിക്കുമോ? ചാത്തനും പോത്തനും ഒന്നുമല്ല. ഏതോ ഒരു പരമദുഷ്ടൻ ഞങ്ങളുടെ പ്രേമത്തിനിടയിൽ പാരപെടുന്നു. ദുഷ്ടനൊന്നല്ല, നല്ലവനാ. അതെങ്ങനെ നിനക്കറിയാം? എനിക്കറിയാം. നിനക്കെങ്ങനെ അറിയാടാ? എനിക്കറിയാം, അത്ര തന്നെ. എടാ ഉത്തമ, പരിശുദ്ധമായ പ്രേമത്തിനിടെ പാരമിടതാ കാട്ടാൻ ആരാ? അവനൊരു പാവാ. നിങ്ങൾ അവനൊന്നും ചെയ്യരുത്. അവൻ ആരാ? ഞാനാ. ആ സംഭവം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. കുട്ടിരാമൻ എന്ന ടൈലർക്കിട്ട് ഒരു പാര പണിതേ പറ്റൂ എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ സുമതിയുടെ അമ്മാവന്റെ വിലാസത്തിൽ ഞാൻ തന്നെ ഐസ് പോസ്റ്റ് ചെയ്തു. എന്ത് തെറ്റാണ് ഞാൻ നിന്നോട് ചെയ്തത്? എന്തിനാണ് ഈ ദുഷ്ടത്തിന് നീ എന്നോട് കാണിച്ചത്? കുളം കിടക്കാൻ, കളിക്കട്ടെ. മീൻ പിടിക്കാൻ. മീനാ? അതെ, ഞാൻ ആ പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട്. സ്വന്തം കൂട്ടുകാരന്റെ കുറവളിക്ക് തന്നെ കയറി പിടിക്കാനാ ഹമുക്ക്. ഉത്തമ, ഒരു അംഗത്തിനും 2 പേര് ജയിച്ച ചരിത്രയിൽ അറിയോ? അതെ, ഇവിടെ ആരെങ്കിലും ഒരാൾ തോറ്റു കൊടുത്തേ പറ്റൂ. ഞാൻ തോൽക്കാൻ തയ്യാറല്ല. പക്ഷെ ഈ കാര്യത്തിൽ നീ തോറ്റേ പറ്റൂ. ദേ കുട്ടിരാമ, ഒരു പെണ്ണിനെ വെച്ച് ചൂതാറാൻ ശ്രമിക്കരുതിട്ടോ. നീ പറമ്പിരാജ് മൊത്തം എന്റെ പേരിൽ എഴുതി തരാന്ന് പറഞ്ഞാലും ഞാൻ ഇതിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. തീരുമാനം ഉറച്ചതാണ്. ആ, ഉറച്ച തീരുമാനം തന്നെയാ. ശരി, നിന്റെ തീരുമാനം നീ മാറ്റണ്ട. ഇനി എന്റെ തീരുമാനം ഞാനും പറയാം.
സുമതിയും ഞാനുമായുള്ള വിവാഹം എന്ന് നടക്കുന്നുവോ അന്ന് മാത്രമേ നിങ്ങൾക്ക് 4 പേർക്കുള്ള വിസ ഞാൻ തരത്തുള്ളൂ. അതെ, എടാ ഈ യുവതാത്തിന് വേണ്ടി ഞങ്ങൾ 3 പേരെ ശിക്ഷിക്കണോ? ശിക്ഷിക്കും. എന്റെ ഈ തീരുമാനത്തിന് മാറ്റമില്ല. വരട്ടെ. അടുക്കരുത്, വാളെടുക്കും ഞാൻ. ഈ വൺ ഡേ ടൂർ എന്ന് വെച്ചാ കാലത്ത് 7 മണിക്ക് ഒരു സ്പെഷ്യൽ ബസ്സിൽ ഞങ്ങൾ കോളേജിൽ നിന്ന് പുറപ്പെടും. പിന്നെ ബീച്ചും ഡാമും പാർക്കും എല്ലാം കറങ്ങി കണ്ടിട്ട് വൈകിട്ട് 6 മണിക്ക് മുമ്പ് വീട്ടിലെത്തും. ബസ്സിനും ഭക്ഷണത്തിനും എല്ലാം ചേർത്ത് 150 രൂപ കൊടുത്താൽ മതി. എന്റെ ക്ലാസ്സിൽ നിന്ന് എല്ലാരും പോണുണ്ട്. ബിന്ദു, ഡോളി, ദർശന ഒക്കെ. അമ്മമ്മ വരട്ടെ, നീ തന്നെ ചോദിക്കേ. ഈ അമ്മയ്ക്ക് എല്ലാറ്റിനും ഒരു അമ്മാവൻ. അച്ഛൻ മരിച്ച പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അവരല്ലേ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരു വിഷമം ഉണ്ടാവില്ലായിരുന്നു. നിന്നെ എവിടെ വേണമെങ്കിലും അച്ഛൻ തന്നെ കൊണ്ടുപോകുമായിരുന്നു. ആഹാ, അപ്പോഴേക്കും ഗർവിച്ചോ നീ? ഇത് തന്നെയാ നിന്റെ അച്ഛന്റെ സ്വഭാവം. എന്തെങ്കിലും എതിര് പറഞ്ഞ പിന്നെ ഉരിയാട്ടം ഉണ്ടാവില്ല. ഇങ്ങനെ മുഖം വീർപ്പിച്ചോണ്ടിരിക്കും. ആ, അമ്മമ്മ വന്നെന്ന് തോന്നുന്നു. ബാംഗ്ലൂർ എന്താ വിശേഷം? ഇവിടെയും ഫോണുണ്ടായിരുന്നു. എന്തിനാണ് ഇങ്ങനെ സാധനത്തിനെ പെറ്റിട്ടത്? അവനിപ്പോ ആശുപത്രി കിടക്കുക. ലഹരി മരുന്നിന് ജീവിക്കാൻ പറ്റുന്നില്ല പോലും. ഇനി അങ്ങോട്ട് കെട്ടിയെടുക്കണം. അപ്പോഴേ മൊത്തം 18 പണിക്കാരുണ്ടായിരുന്നു. ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. പറഞ്ഞിട്ടുള്ള കാര്യം ഒക്കെ കള്ളന്മാരാ. അവന്റെ വക്കീൽ കോട്ടും പത്രാസും ഒക്കെ കാണുമ്പോ ഓടിച്ചെന്ന് മുതുകത്തെറിച്ച് വിട്ടു കൊടുക്കാൻ തോന്നുക. പക്ഷെ പറ്റണില്ലല്ലോ. ഇവൾക്ക് എന്തോ പറയാനുണ്ടത്രേ. എന്താ എന്താടി? നാളെ കോളേജിൽ നിന്ന് വൺ ഡേ ടൂർ പോണുണ്ട്. ഒരു 150 രൂപ കൊടുത്താ. നിന്നെ കോളേജിൽ അയക്കുന്നത് ടൂർ പോകാനോ അതോ പഠിക്കാനോ? കോളേജിൽ നിന്ന് എല്ലാരും പോണുണ്ടത്രേ. എന്നാൽ ഇവള് പോകണ്ട. എടീ, പെൺപിള്ളേര് കോളേജിൽ പോകുന്നത് പഠിക്കാന്, അല്ലാതെ ടൂറിനും സർക്കിറ്റിനും പോകാനാണെങ്കിൽ പല സർക്കസ് അസംബ്ലിയും പോയി ചേരടി. മനുഷ്യരിവിടെ ആദ്യം പിടിച്ചിരിക്കുമ്പോഴാ അവളുടെ ഒരു ഉല്ലാസയാത്ര. തുള്ളാനൊരു മോളും തുള്ളിക്കാനൊരു അമ്മയും.